ചെയ്യുന്നത് നമുക്ക് ഒറിജിനൽ ഫ്ലവേഴ്സ് വരുന്നത് 2 റെഡും 2 പീച്ച് കളറുമാണ് വരുന്നത്. ഈ 4 ഫ്ലവേഴ്സും നമ്മൾ സെൻറ്ററിൽ വെക്കാനാണ് പ്ലാന്. ബാക്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവറും സൈഡിലായിട്ട് 2 ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും വീതം. അങ്ങനെ ടോട്ടൽ ഈ ഒരു ബൊക്കയ്ക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് 9 ഫ്ലവേഴ്സാണ്. ഈ 9 ഫ്ലവേഴ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്തതിന് ശേഷം ഈ ഒരു ടൈപ്പ് ഓഫ് ഫ്ലവറിന് പറയുന്നതാണ് ജിപ്സം ഫ്ലവർ അല്ലെങ്കിൽ ബേബി റെത്ത്. ഈ ഫ്ലവറാണ് ബൊക്കനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്ലവേഴ്സിൻ്റെ ഗ്യാപ്പ് വരുന്ന ഏരിയാസിൽ നമ്മൾ ഈ ഫ്ലവേഴ്സ് കറക്റ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ബൊക്കൻ്റെ ഭംഗി കൂടും. ഇതിൻ്റെ ആർട്ടിഫിഷ്യലും അവൈലബിൾ ആണ് ഷോപ്പിൽ. നമ്മൾ ആർട്ടിഫിഷ്യൽ ഫ്ലവർ വെച്ചിട്ട് ബൊക്ക ചെയ്യുമ്പോൾ ഇതിൻ്റെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആവും. സെയിം ഇതുപോലെ തന്നെയാണ് കാണാൻ, പ്ലാസ്റ്റിക് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം ജിപ്സം ഫ്ലവേഴ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ ആ ബൊക്കയ്ക്ക് ഭയങ്കര ഭംഗിയാവും. ആ ബൊക്കൻ്റെ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഈ റെഡിലൊക്കെ ചെയ്യുമ്പോൾ വൈറ്റ് കാണുമ്പോൾ നല്ല രസമല്ലേ, അതുപോലെ ഇങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും. ഇനി നമ്മൾ ഇതിനെ കവർ ചെയ്ത് കൊടുക്കുക. നേരത്തെ കട്ട് ചെയ്ത് വെച്ച വലിയ ഷീറ്റ് എടുത്ത് അതിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതെങ്ങനെ വെച്ചാൽ സെൻറ്റർ ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് ഉള്ളിലോട്ട് വലിക്കുമ്പോൾ ഇതുപോലെ ഫോൾഡായിട്ട് വരും. വീഡിയോയിൽ കാണുന്ന പോലെ ഫോൾഡായിട്ട് വരും. അത് സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ സ്പോഞ്ചിൻ്റെ പിന്നിൽ ഇത് റബ്ബർ ബാൻഡ് വെച്ചിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. സ്പോഞ്ചിൻ്റെ പിന്നിൽ നമ്മൾ ഈ ഒരു റബ്ബർ ബാൻഡ് വെച്ച് അത് ഫിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് കറക്റ്റ് പൊസിഷനിൽ അവിടെ നിൽക്കും. നമ്മൾ ടാപ്പല്ല യൂസ് ചെയ്യുന്നത്, റബ്ബർ ബാൻഡാണ്. ലാസ്റ്റ് നമ്മൾ ഇത് റിബൺ വെച്ചിട്ട് റബ്ബർ ബാൻഡ് നമ്മൾ ഹൈഡ് ചെയ്യുന്നതാണ്. ഇനി സൈഡിലേക്കായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചെറിയ പീസസ്, നമ്മൾ 4 പീസസ് ആക്കിയതിനെ വീണ്ടും ചെറുതാക്കി